സാധാരണ പറയുമ്പോൾ മമ്മി ഹെയർ കട്ട് ചെയ്യാം, പക്ഷേ ലോങ് ഹെയർ ആയിട്ട് തന്നെ ഇരിക്കണം, ഹെയർ ഷോർട്ട് ആക്കരുതെന്നാണ് എപ്പോഴും പറയാറ്. ഹായ് ഗൈസ്, ഐ എം ഷിക്നാസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷിക്കൂസ് ഫാമിലി. ഇന്ന് ഞാനും എൻ്റെ മോളും ഒന്ന് സലൂണിൽ പോയിട്ട് മോൾക്കൊന്ന് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്ന തൊട്ട് റെക്കോർഡ് ചെയ്യാമെന്നാണ് തീരുമാനിച്ചത്. അവൾക്ക് ഹെയർ കട്ട് ചെയ്യണമെന്ന് സാധാരണ പറയുമ്പോൾ മമ്മി ഹെയർ കട്ട് ചെയ്യാം, പക്ഷേ ലോങ് ഹെയർ ആയിട്ട് തന്നെ ഇരിക്കണം, ഹെയർ ഷോർട്ട് ആക്കരുതെന്നാണ് എപ്പോഴും പറയാറ്. ഇന്ന് ഭയങ്കര അത്ഭുതം എന്നോട് വന്ന് പറഞ്ഞു, മമ്മി എനിക്ക് ബോബ് കട്ട് ചെയ്യണം, അത് ചെയ്താൽ ഭയങ്കര ഭംഗിയായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ മോൻ ഇത്രയും തിക്ക് ഹെയർ അത്ര പെട്ടെന്ന് അങ്ങ് ഞാൻ ഷോർട്ടാക്കും, പക്ഷേ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഷോർട്ടാക്കുന്നത്. ഞാൻ പെട്ടെന്ന് ഒറ്റയടിക്ക് ഭയങ്കരമായിട്ട് ഷോർട്ടാക്കില്ല. ഞാൻ പറഞ്ഞു മോളെ ജസ്റ്റ് ഒന്ന് കുറച്ച് ഷോർട്ടാക്കിയിട്ട്, ഇപ്പോൾ ഓൾറെഡി ഷോർട്ടാക്കിയെന്ന് വളർന്നതാണ്. അപ്പം ഓക്കെ, അവൾക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എങ്കിൽ നമുക്ക് പോയി ചെയ്യാമെന്ന് പറഞ്ഞു. ജസ്റ്റ് അവിടെ പോയിട്ട് നല്ലൊരു ഹെയർ കട്ട് ചൂസ് ചെയ്തിട്ട് അത് ഞങ്ങൾ ചെയ്യണത് കാണിക്കാം. ഹെയർ കട്ട് ചെയ്യണത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്, പ്ലീസ് നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുക. അപ്പം ഞങ്ങൾ സലൂണിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കാറിൽ കയറി. ഒരു 15 മിനിറ്റ്സ് എടുക്കും അവിടെ എത്താൻ. ലക്കി ഹാപ്പിയാണ്, അപ്പോൾ കുഴപ്പമില്ല. നമുക്ക് ഇഷ്ടമുള്ള ഹെയർ കട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ. അവിടെ ശ്രമിക്കില്ല. നല്ല ബ്ലോക്ക് ഉണ്ട്, അത് എത്താൻ ലേറ്റാണ്. ഇവിടെ ഒരാൾ കിടന്ന് ഉറങ്ങുവാന്ന് തോന്നും. ആഹാ, ലക്കി നല്ല ഉറക്കമാണ്. ലക്കി എവിടെ? സുഖം ഉറക്കുക. ലക്കി ഇങ്ങനെ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് കിടന്ന് ഉറങ്ങും. ശരിക്കും പറഞ്ഞാൽ തൊട്ടടുത്താണ്. അവളുടെ ഉറക്കം കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ഏതാണ്ട് ലോങ് ട്രിപ്പ് പോയതാണ്. നമ്മളിപ്പോൾ എത്താറായെന്നാണ് തോന്നുന്നത്. കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ എത്തും. അതുവരെ ലക്കി ഉറങ്ങട്ടെ. കേട്ടോ ലക്കി എത്ര ലക്കി എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചിരുവോ? ഐസ്ക്രീം വാങ്ങിച്ചു തരാം. എൻ്റെ കുഞ്ഞുമാവ എണീറ്റ് ഉടനെ ഐസ്ക്രീം വാങ്ങിച്ചു തരുമെന്നാണ് ചോദിക്കുന്നത്. ആദ്യം ഹെയർ കട്ട് ചെയ്യട്ടെ, അത് കഴിഞ്ഞ് വാങ്ങിക്കാം. ഓക്കെ, ഞങ്ങൾ ഇറങ്ങുകയാണ്. നമുക്കൊരു മാസ്ക് എടുക്കാമല്ലോ. ഇതാണ് DMH. ഹൈ ലക്കി, എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കം? എന്തുവാ, അപ്പോൾ ലക്കിക്ക് ഇനി ഐസ്ക്രീം വേണം പറഞ്ഞിട്ടുണ്ട്. മമ്മി മാസ്ക് വന്നിട്ടോട്ടെ, ഫോണൊന്ന് പിടിക്കുമോ ലക്കി? ഓക്കെ, അപ്പോൾ ലക്കിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. ഞാൻ ഫസ്റ്റ് ഒന്ന് ഐസ്ക്രീം മേടിച്ച് കൊടുത്തിട്ട് ഹെയർ കട്ട് ചെയ്യാൻ കൊണ്ടുപോവാം. അപ്പോൾ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറുകയാണേ ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി. ഓക്കെ, നീൽഗിരീസിൽ കയറുകയാണ്. ലക്കി ഓപ്പൺ ചെയ്യും. ഞാനും ഉണ്ട്. ഓക്കെ, ഞാൻ ഐസ്ക്രീം എടുത്ത് കൊടുക്കട്ടെ. ലക്കി എന്നാ വേണ്ടേ? ഐസ്ക്രീം കഴിക്കുന്ന കുഞ്ഞാ വേണ്ടോ? ഓക്കെ, മതിയോ? ഇത് DMHന് തൊട്ട് മുന്നിലായിട്ടുള്ള നീലഗിരി സൂപ്പർ മാർക്കറ്റാണ്. ജസ്റ്റ് ഇവിടെ നിന്ന് ഒരു ഐസ്ക്രീം മേടിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ്.
ഐസ്ക്രീം മേടിച്ചു. ഇനി കാറിലിരുന്ന് കഴിച്ചിട്ട് പോകണുള്ളൂ കേട്ടോ. ഹലോ, ചോക്കോബാർ സിപ്പുണ്ട്. ഓക്കെ, എന്നാൽ ചോക്കോബാർ സിപ്പപ്പൊക്കെ കഴിച്ചിട്ട് ഹെയർ കട്ട് പോവാം. പെട്ടെന്നാവട്ടെ. ലക്കി അമിത്, വെൽക്കം ടു DMH. ഓക്കെ, അപ്പം ഞങ്ങൾ DMH-ലെത്തി. അമിത്, मोमो शॉप कहाँ है? ഓക്കെ, അമിത് ജസ്റ്റ് ഹായ് ബോലോ. ഓക്കെ, അമിതാണ് ലക്കിയുടെ ഹെയർ കട്ട് ചെയ്യാൻ പോണേ. ലക്കി ഹെയർ കട്ട്. ഓക്കെ, ഇവിടെ ഒരു മോമോ ഷോപ്പ് ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഈ ഒരു വലിയൊരു ഫിഷിൻ്റെ വായ്ക്കകത്താണോ മോമോ ഷോപ്പ്? അല്ല. ഓക്കെ, ഇവിടെ ഒരു മോമോ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് കरेगा ना? ഓക്കെ, മോമോ, ചൗമീൻ, എഗ് റോൾ. ഞാനുണ്ടാവും എപ്പോഴും മോമോ കഴിക്കാൻ. ഓക്കെ, അപ്പം ഞങ്ങൾ DMH-ലോട്ട് കയറാണ്. ഹായ്, ഫുൾ ബിസിയാണെന്ന് തോന്നുന്നു. ഇവിടെ ബിസി ആയതുകൊണ്ട് ഞാൻ അപ്പം അകത്ത് വെച്ചിട്ട് ഹെയർ കട്ട് ചെയ്യാൻ പോവാണ്. ഫുൾ ഷോട്ട് ബോയ് കട്ട്. അമിത് ഞെട്ടി, ബോയ് കട്ട് വേണമെന്ന് പറഞ്ഞിട്ട്. Style, right? Picture ഉണ്ട്. You have the picture, no? Picture. ലക്കി ബോയ്ക്കോട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പം അമിത് പറയുന്നത് വെച്ചാൽ പെട്ടെന്ന് അത്രയും ഭയങ്കരമായിട്ട് ഷോർട്ട് ആക്കണ്ട, എന്തെങ്കിലും ഒരു ഓപ്ഷൻ വെക്കുന്നതായിരിക്കും നല്ലത്. ജസ്റ്റ് ഫേസിന് ചേരാതെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ലെവൽ വരെ ഒന്ന് ജസ്റ്റ് ഷോർട്ട് ആക്കിയിട്ട് ചേരുവ നോക്കിയതിന് ശേഷം കട്ട് ചെയ്യാന്നാണ് പറയണത്. അപ്പം നോക്കാം നമുക്ക്. ഇനിയിപ്പോൾ ലക്കി ഇവർ ഏതാണ് ചൂസ് ചെയ്യുന്നത് നോക്കട്ടെ. Next haircut also. Okay. But don't make it this much shorter in directly. There is no option next haircut. അത്രയും ഷോർട്ട് ആക്കണ്ടെന്നാണ് അമിത് പറയുന്നത്. ഓക്കെ, Because the first time, na, if you're doing the regularly, is no problem. That's how you do. But you're going to first time this much shorter, na. So sometimes you know that looks is not good, like not suitable. So there is no option after the next haircut. ലക്കി So you can give the always option, next option. Okay, if I'm giving the this much shorter, you have a next option now. If you don't like, you can do the different haircut. പിന്നെ നെക്സ്റ്റ് ടൈം വേണമെങ്കിൽ നമുക്കൊന്നും കൂടി ഷോർട്ട് ആക്കാമെന്നാണ് പറയണേ. ലക്കിക്ക് ഇത്രയും ഷോർട്ട് ആക്കണം. Lucky. ലക്കി ഫസ്റ്റ് ഇപ്പം അമിത് ചൂസ് ചെയ്തില്ല, അത് നമുക്ക് നോക്കാം. ഓക്കെ, This much shorter, I think it's fine. ദിസ് ഈസ് ഓൾസോ ഫൈൻ ആണ്. This much is, I think it's fine. ഓക്കെ, But the first one is it's really short. No? Don't do it that. This also really This one also short, na? This is if I'm giving the next. അവർ രണ്ടുപേരുടെ If you don't like this തീരുമാനിക്കട്ടെ one, if I'm ഏത് giving ഹെയർ the കട്ട് next, വേണമെന്ന്. it will come to the wash. ഓക്കെ, അത് ഹെയർ വാഷ് ചെയ്യാൻ കൊണ്ടുപോകണം കേട്ടോ. ലക്കിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ലെന്ന് തോന്നുന്ന, എന്നാലും സാരല്ല. അതൊരു കാര്യം പറയണം. എന്താ? അല്ല, അത് ചെയ്യാൻ എനിക്ക് പ്രശ്നമില്ലല്ലോ. അത്രയും ഷോർട്ട് ആക്കണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതും ഷോർട്ട് ഹെയർ കട്ടാണ്. എന്നാലും നമുക്ക് ജസ്റ്റ് അഥവാ നമ്മളുടെ ഫേസിന് സ്യൂട്ടായില്ല എന്നുണ്ടെങ്കിൽ
നമുക്ക് എന്നാ വീണ്ടും ഇതൊക്കെ വന്ന് ചെയ്യണം. ദേ ഇത് ഈ ഹെയർ സ്റ്റൈൽ എനിക്കിത് ഇത് ഓക്കെ ഹെയർ കട്ട് ചെയ്യാം. എന്താണെന്നറിയത്തില്ല, ഇന്ന് ഭയങ്കര ധൈര്യമാണ്. മുടി വളരെയല്ല അമ്മയല്ലേ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞേക്കുന്നത്. യെസ്, മമ്മി അങ്ങനെയാണ്. മമ്മി വെട്ടണം തോന്നിയാൽ നല്ലതായിട്ട് ഷൂട്ട് ചെയ്യും, ഷോർട്ട് കട്ട് ചെയ്യും. ഇനി വെട്ടിക്കഴിഞ്ഞിട്ട് എൻ്റെ മുടിയെന്നും പറഞ്ഞ് കരയരുത് കേട്ടോ. ഇല്ല, നല്ല സ്റ്റൈലല്ലേ? നല്ല സ്റ്റൈലല്ലേ? ഇപ്പോഴും അങ്ങോട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞില്ല ഏത് വേണം എന്നുള്ളത്. ബാക്കി ഭയങ്കരമായിട്ട് ഷോർട്ട് ചെയ്യണമെന്നും പറഞ്ഞ് നിൽക്കുക. ഇങ്ങനെ പറ്റില്ല, അത് കൊള്ളല്ല. മുഖത്ത് ഏറത്തില്ലേ? അമിത് പിന്നെയും ലക്കിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കുറച്ച് ലെങ്ത് കീപ്പ് ചെയ്തിട്ട് ഹെയർ കട്ട് ചെയ്യാമെന്ന്. പക്ഷേ ലക്കി ഒരു രക്ഷയില്ല. അമിത് എന്താ ഇത്ര പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിന് മുന്നേയൊക്കെ വന്ന് ഹെയർ കട്ട് ചെയ്യുമ്പം നീളം കുറഞ്ഞു കഴിഞ്ഞാൽ ലക്കിക്ക് കരച്ചിലൊക്കെ വരുന്ന ടൈപ്പാണ്. പക്ഷേ ഇപ്പം ലക്കി നേരെ തിരിച്ച്, ലക്കിക്ക് നല്ല ലോങ് ഹെയർ ഒന്നും വേണ്ട, ഷോർട്ട് ഹെയർ മതി, ജസ്റ്റ് ഒരു ചേഞ്ചിന് അങ്ങനെ വേണമെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. മാക്സിമം അമിത് ട്രൈ ചെയ്യുന്നുണ്ട് നമുക്ക് ലോങ് ഹെയർ തന്നെ വെച്ച് നന്നായിട്ട് കുറച്ച് ഷോർട്ടാക്കി ചിക്കിച്ച് ഉറപ്പിച്ചല്ലോ ലക്കി? ഉറപ്പിച്ച്. ഇനി വെട്ടി കഴിയുമ്പോൾ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് കരയോ? ഇല്ല. നോക്കട്ടെ, കരയോ? ഓക്കെ. അപ്പോൾ ഹെയർ കട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ലക്കി നോക്കിയിരിക്കണുണ്ടോ? ഈ സലോണിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വാട്ടർ തീം പാർക്കാണ്. എപ്പോഴും അവിടെ ഭയങ്കര സ്കൂൾ കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര റഷാണ്. അവിടെ എപ്പോഴും ഭയങ്കര ബിസി ആയിട്ടാണ്. പക്ഷെ ഇപ്പം കൊറോണ ടൈമായിട്ട് ഓപ്പൺ ചെയ്തിട്ടില്ല. ഒരു ദാക്ഷിണ്യമില്ലാതെ വെട്ടുവാണ്. വെട്ടുവാന്നൊന്നും ചോദിക്കണ്ട, വെട്ടി. കാരണം ലക്കിയുടെ ഹെയർ ഭയങ്കര തിക്കായുണ്ട്, നല്ലതായിട്ട് തിന്നാക്കണമെന്ന് പറഞ്ഞു. അല്ലെ ഭയങ്കര വോള്യമായിട്ട് ഇങ്ങനെ എണീറ്റ് നിൽക്കുമല്ലേ. വളരും വളരും സ്വന്തമായിട്ട് പറഞ്ഞിട്ടിരിക്കുക. അമിത്തിന് ടെൻഷൻ. ലാസ്റ്റ് ഇവിടെ തന്നെ എണീറ്റുന്ന കരയുന്നു. അറഞ്ചം പൊറഞ്ചം വെട്ടി എന്ന് പറയത്തില്ലേ, അതേപോലെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇതാണ് ആസിഫ്. ഇപ്പോൾ ലക്ക് റെഡിയാവാൻ കുറച്ചൊരു ടൈം എടുക്കും. ആ സമയം കൊണ്ട് ഞാനൊന്ന് ഐബ്രോസ് ത്രെഡ് ചെയ്യാൻ പോവാണ്. ലക്കിയുടെ ഈ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം എൻ്റെ മോളിപ്പം കുഞ്ഞിലത്തെ ഒരു ക്യൂട്ട് ഫേസില്ലേ, ആ സെയിം ഫേസായി. ഇപ്പം ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. അല്ലെങ്കിൽ എൻ്റെ മോള് സുന്ദരിയാണ്, ഇപ്പോൾ കുറച്ചുകൂടി ക്യൂട്ടായി. ഇപ്പോൾ ജസ്റ്റ് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യുവാണ്. ലോങ് ഹെയറിൽ നിന്ന് ഷോർട്ട് ഹെയർ ആയപ്പോഴേക്കും ഭയങ്കരമായിട്ടൊരു ചേഞ്ച് ഉണ്ട് ഫേസിനൊക്കെ. ഭയങ്കര ഒരു
ഡിഫറെൻറ്റ് ലുക്കായി നല്ല ഭംഗിയായിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഒരേ ഹെയർ സ്റ്റൈൽ തന്നെ യൂസ് ചെയ്ത് എപ്പോഴും ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈൽ ചേഞ്ച് ചെയ്ത് നമ്മുടെ ഫേസിന് തന്നെ നല്ല ചേഞ്ച് ഉണ്ടാവും. അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ ഷോർട്ടാക്കണം എന്നല്ല, ഡിഫറെൻറ്റ് സ്റ്റൈല് നിങ്ങൾക്കും പരീക്ഷിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ലക്കിയുടെ ന്യൂ ലുക്ക്. നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ, ശരിക്കും ഒരു ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ലുക്ക്. ഫസ്റ്റ് ടൈമാണ് പുള്ളിക്കാരി ഇത്രയും ഷോർട്ടാക്കണേ. അടിപൊളിയായിട്ടാണ്, എനിക്കിഷ്ടമായി. ജസ്റ്റ് ഒരു ഹെയർ സ്പ്രേ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ഫൈനൽ ലുക്ക്. ഇത് ശരിക്കും ഒരു ലെയേർഡ് ബോബ് കട്ടാണ്. ഞങ്ങൾ ചെയ്ത് DMH ഞങ്ങൾ തന്നെ സലൂൺ കോട്ടയം ഏറ്റുമാനൂരിലാണുള്ളത്. ഞങ്ങൾ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.